Good morning, students. നമ്മൾ മാത്തമാറ്റിക്സിന്റെ ബ്രിഡ്ജ് കോഴ്സിലാണുള്ളത്. ബ്രിഡ്ജ് കോഴ്സ് എന്തിനാണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ്. 10ാം ക്ലാസ്സിൽ നിന്ന് +1ലേക്ക് കടക്കുന്ന സമയത്ത് ഏത് സബ്ജക്റ്റിനായി കഴിഞ്ഞാലും വളരെ വലിയൊരു സിലബസ് ആണ് നിങ്ങൾക്ക് +1ൽ കവർ ചെയ്യാനുള്ളത്. സോ അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ആ കാണുന്ന +1ലെ സിലബസും 10ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചതുമായിട്ട് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ ഇടയിൽ ഒരു ലഘൂകരിക്കാൻ വേണ്ടിയുള്ള ഒരു സ്റ്റെപ്പാണ് ബ്രിഡ്ജ് കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ, അത് +1ലുള്ള ചാപ്റ്റർ ആണ്. 10ാം ക്ലാസ്സിൽ നിങ്ങൾ അങ്ങനെ പഠിച്ചിട്ടേ ഇല്ലാത്ത ഒരു കൺസെപ്റ്റ് കൂടിയാണ് സെറ്റ്സ്. അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. എന്താണ് സെറ്റ്? ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ് ഒബ്ജക്ട്സ്. ഒബ്ജക്ട്സിന്റെ കളക്ഷൻ ആണ്, വളരെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ആ സെറ്റിന്റെ ഡിഫറെന്റ് ഫോംസ്, സബ്സെറ്റ് എന്ന് പറയുന്നത് എന്താണ്, നൾ സെറ്റ് എന്താണ്, സെറ്റിന്റെ ചില ഓപ്പറേഷൻസ്, യൂണിയൻ, ഇന്റർസെക്ഷൻ, കോംപ്ലിമെന്റ് പോലുള്ള ഓപ്പറേഷൻസ്, ഇതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇനി നമ്മൾ വേറൊരു ഭാഗത്തേക്കാണ് കിടക്കുന്നത്. നിങ്ങൾ വളരെ ചെറിയ ക്ലാസ്സുകൾ മുതലേ പഠിച്ചു തുടങ്ങിയ ഒരു ഐഡിയ ആണ് നമ്പർ സിസ്റ്റംസ്. ഓക്കെ, അതെന്താണ്? ഞാൻ ഈ പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണ്. എന്നിരുന്നാലും ആർക്കെങ്കിലും കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ്, ആ കാര്യങ്ങൾ ഒന്നും കൂടെ വൃത്തിയായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ പറയുന്നത്. നമ്പർ സിസ്റ്റംസ്, ഒരുപാട് നമ്പർ സിസ്റ്റംസ് ഉണ്ട്. അതിൽ നമ്മൾ ആദ്യം എണ്ണി തുടങ്ങുന്നത്, എണ്ണാൻ പഠിക്കുന്നത്, നമ്പേഴ്സ് ആദ്യം തുടങ്ങുന്നത് 1, 2, 3 എന്നതിൽ നിന്നാണ്. That is known as natural numbers. Natural numbers. നമ്മൾ സെറ്റ്സ് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നാച്ചുറൽ നമ്പേഴ്സിന്റെ ആ സിസ്റ്റത്തിനെ നമ്മൾ ക്യാപിറ്റൽ N എന്ന് പറയുന്ന സെറ്റ് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യാറുള്ളത്. N എന്ന് പറയുന്നത് ഇറ്റ്സ് നത്തിങ് ബട്ട്, ആ സെറ്റ് എഴുതി കഴിഞ്ഞാൽ ഇറ്റ്സ് 1, 2, 3, 4 എക്സെട്ര. അത് അങ്ങനെ എക്സ്റ്റെൻഡ്സ് ടു ഇൻഫിനിറ്റി. അതങ്ങനെ ഇൻഫിനിറ്റിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യും, ഇൻഡെഫിനിറ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യും, അതൊരിക്കലും അവസാനിക്കുന്നില്ല. ഓക്കെ, ഇതാണ് നാച്ചുറൽ നമ്പേഴ്സ്. 1, 2, 3 നമ്മൾ എണ്ണാൻ ഉപയോഗിക്കുന്ന നമ്പേഴ്സ്. മലയാളം മീഡിയംകാരാണെങ്കിൽ എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നതാണ് നാച്ചുറൽ നമ്പേഴ്സ്. നമ്മൾ കൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്പേഴ്സ്. 1 കഴിഞ്ഞാൽ 2, 2 കഴിഞ്ഞാൽ 3, അങ്ങനെയാണ് നമ്മൾ നമ്പർ സിസ്റ്റംസ് ആദ്യം മുതലേ പഠിച്ചു തുടങ്ങിയത്. ഇതാണ് നാച്ചുറൽ നമ്പേഴ്സ്, N എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നമ്പർ സിസ്റ്റം, ഇറ്റ്സ് നോൺ ആസ് ഹോൾ നമ്പേഴ്സ്. സാധാരണ നമ്മൾ പറയാറില്ല, വളരെ ഇമ്പോർട്ടന്റ് അല്ലാത്തൊരു ഐഡിയ ആണ് ഹോൾ നമ്പേഴ്സ്. യൂഷ്വലി നമ്മൾ ആ ഹോൾ നമ്പേഴ്സിന്റെ സെറ്റിനെ W, ക്യാപിറ്റൽ W എന്ന് ഡിനോട്ട് ചെയ്യും. ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്, ഹോൾ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടുള്ള പൂർണ്ണസംഖ്യകൾ എന്നുള്ള അർത്ഥത്തിലാണ് ഹോൾ നമ്പേഴ്സ് വരുന്നത്. അതേസമയം മലയാളം മീഡിയംകാർ പൂർണ്ണസംഖ്യകൾ എന്ന് പഠിക്കുന്നത്, കംപ്ലീറ്റ് നമ്പേഴ്സ് എന്ന് പഠിക്കുന്നത് വേറൊരു സിസ്റ്റത്തിനെയാണ്. എനിവേ നമ്മൾ അതിലേക്ക് പോകുന്നില്ല. ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നതും നാച്ചുറൽ നമ്പേഴ്സ് തമ്മിലുള്ള ഒരേ ഒരു ഡിഫറൻസ്, അല്ലെങ്കിൽ അവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരേ ഒരു സംഭവം മാത്രമാണ്. ഇറ്റ്സ് എ സെറ്റ് 0, 1, 2, 3 എക്സെട്ര. സോ നാച്ചുറൽ നമ്പേഴ്സിലേക്ക് 0 കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആ സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ് ഹോൾ നമ്പേഴ്സ്. റെഡിയാണോ? അഥവാ നിങ്ങൾക്ക് വേണമെങ്കിൽ പോസിറ്റീവ് ഇൻക്ലൂഡിങ് 0 എന്നൊക്കെ പറയാം. പോസിറ്റീവ് നാച്ചുറൽ നമ്പേഴ്സ് ആൻഡ് 0. അതല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഹോൾ നമ്പേഴ്സ്, കംപ്ലീറ്റ് നമ്പേഴ്സ് എന്നുള്ള അർത്ഥത്തിൽ പോസിറ്റീവ് കംപ്ലീറ്റ് നമ്പേഴ്സ് ആൻഡ് 0 എന്നൊക്കെ ഹോൾ നമ്പേഴ്സിനെ പറയാം. മലയാളം മീഡിയത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഖണ്ഡ സംഖ്യകൾ എന്ന് പറയുന്നതാണ് ഹോൾ നമ്പേഴ്സ്. വലിയ ഇമ്പോർട്ടന്റ് അല്ലാത്ത ഒരു സെറ്റ് ആണത്. ഇതിൽ നിങ്ങൾ നോക്കിയേ, നമ്മളിപ്പോ സബ്സെറ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ കാണുന്ന ഹോൾ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആണ് N എന്ന് പറയുന്നത്. സോ therefore you can write N, natural numbers, is a subset of whole numbers. സബ്സെറ്റ് എന്താണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. നാച്ചുറൽ നമ്പേഴ്സിലുള്ള എല്ലാ എലമെന്റ്സും എവിടെയുണ്ട്? ഹോൾ നമ്പേഴ്സിലുണ്ട്. റെഡിയാണോ? അടുത്ത സിസ്റ്റം, ഇറ്റ്സ് നോൺ ആസ് ഇന്റീജേഴ്സ്. ഇന്റീജേഴ്സ് മലയാള മീഡിയത്തിൽ നിങ്ങൾ പൂർണ്ണസംഖ്യകൾ എന്ന് പഠിക്കുന്നത് ഇതാണ്, ഇന്റീജേഴ്സ്. ഇന്റീജേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ 2 ലെറ്റേഴ്സ്, ഒന്നുകിൽ ക്യാപിറ്റൽ I യൂസ് ചെയ്യാറുണ്ട്, ഓർ Z എന്ന് യൂസ് ചെയ്യാറുണ്ട് ഇന്റീജേഴ്സിനെ. സോ I എന്ന് പറയുന്നത്, അഥവാ ഇന്റീജേഴ്സ് എന്ന് പറയുന്നത്, അവിടെ പോസിറ്റീവ് സൈഡും ഇതേ നാച്ചുറൽ നമ്പേഴ്സിന്റെ നെഗറ്റീവ്സും കൂടെ വരും. എന്ന് പറഞ്ഞാൽ 0, 1, 2, 3 എക്സെട്ര. പുറകിലേക്ക് അതുപോലെ തന്നെ -1, -2, -3 എക്സെട്ര. സോ ഈ കാണുന്ന നമ്മളിപ്പോ എഴുതിയ സെറ്റുകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫൈനൈറ്റ് സെറ്റും ഇൻഫൈനൈറ്റ് സെറ്റും. ഈ കാണുന്നതൊക്കെ ഇൻഫൈനൈറ്റ് സെറ്റ് ആണ്. ഇതൊക്കെ ഇൻഡെഫിനിറ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. നാച്ചുറൽ നമ്പേഴ്സും ഹോൾ നമ്പേഴ്സും ഒരു സൈഡിലേക്കാണ് ഇൻഡെഫിനിറ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നെങ്കിൽ ഇന്റീജേഴ്സ്
രണ്ട് സൈഡിലേക്കും ഇൻഡെഫിനിറ്റ് ആണ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് നമ്പേഴ്സും അങ്ങോട്ട് ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്, നെഗറ്റീവ് നമ്പേഴ്സിന്റെ സൈഡിലും ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. ഇതിനെയാണ് നമ്മൾ പൂർണ്ണസംഖ്യകൾ അല്ലെങ്കിൽ ഇന്റീജേഴ്സ് എന്ന് വിളിക്കുന്നത്. റെഡിയാണോ? ഐ അല്ലെങ്കിൽ സെഡ് കൊണ്ട് ഡിനോട്ട് ചെയ്യും. ഇതേ നേരത്തെ നമ്മൾ സബ്സെറ്റ് ആണെന്ന് പറഞ്ഞ പോലെ നാച്ചുറൽ നമ്പേഴ്സും ഹോൾ നമ്പേഴ്സും ഇന്റീജേഴ്സിന്റെ സബ്സെറ്റ് ആണ്. നാച്ചുറൽ നമ്പേഴ്സ് is a subset of integers. Similarly, whole numbers is also a subset of integers. Subset എന്താണെന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഈ കാണുന്ന നാച്ചുറൽ നമ്പേഴ്സ് എല്ലാം തന്നെ ഇന്റീജേഴ്സിലുണ്ട്, ഹോൾ നമ്പേഴ്സ് എല്ലാം തന്നെ ഇന്റീജേഴ്സിലുണ്ട്. സോ ഈ കാണുന്ന മൂന്നും കൂടെയാണ്, അതായത് നാച്ചുറൽ നമ്പേഴ്സും ഇന്റീജേഴ്സും ഹോൾ നമ്പേഴ്സും, അങ്ങനെ മൂന്ന് സെറ്റുകളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ യൂണിവേഴ്സൽ സെറ്റ്. എന്താ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ ആ കോണ്ടെക്സ്റ്റിലെ എല്ലാരെക്കാളും വലിയ സെറ്റ് അല്ലെങ്കിൽ എല്ലാം സബ്സെറ്റ് ആവുന്ന ഒരു സെറ്റ് എന്ന് പറയുമ്പോൾ ഈ മൂന്നെണ്ണാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമുക്ക് ഏത് ചൂസ് ചെയ്യാം? ഇന്റീജേഴ്സിനെ ചൂസ് ചെയ്യാം. കാരണം നാച്ചുറൽ നമ്പേഴ്സും ഹോൾ നമ്പേഴ്സും ഇന്റീജേഴ്സിന്റെ സബ്സെറ്റ് ആണ്. ഇന്റീജേഴ്സ് അതായത് ഒരു സെറ്റ് അതിന്റെ തന്നെ സബ്സെറ്റ് ആണ്, പറഞ്ഞ ഓർമ്മയുണ്ടോ? സോ ഈ കാണുന്ന രീതിയിലാണ് ഇന്റീജേഴ്സ്. ഇതിനെയാണ് പൂർണ്ണസംഖ്യകൾ. അതായത് പോസിറ്റീവ് നമ്പേഴ്സ് ഉണ്ട്, അതായത് നമ്മളെ നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്, നാച്ചുറൽ നമ്പേഴ്സിന്റെ നെഗറ്റീവ് ഉണ്ട്, കൂടാതെ പോസിറ്റീവ് നെഗറ്റീവ് അല്ലാത്ത 0 എന്ന് പറയുന്ന നമ്പർ ഉണ്ട്. റെഡിയാണോ? ഇതാണ് മൂന്നാമത്തെ നമ്പർ സിസ്റ്റം, ഇന്റീജേഴ്സ്. ഓക്കെ, അറൌണ്ട് UP സ്കൂളിന്റെ അവസാനത്തേക്ക് അല്ലെങ്കിൽ 8ാം ക്ലാസ്സിലേക്കൊക്കെ എത്തുമ്പോൾ നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സ് പഠിക്കും. അപ്പോൾ ആ കാണുന്ന നെഗറ്റീവ് നമ്പേഴ്സും കൂടെ, ന്യൂനസംഖ്യകൾ എന്ന് മലയാളത്തിൽ പറയും, ന്യൂനസംഖ്യകളും കൂടെ പഠിക്കുന്നതോടുകൂടി നമ്മൾ ഈ പറയുന്ന സെറ്റ് വലുതാക്കി, ആദ്യം നാച്ചുറൽ നമ്പേഴ്സ് 1ാം ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന നാച്ചുറൽ നമ്പേഴ്സിലാണ്, അത് കഴിഞ്ഞ് പിന്നെ ഹോൾ നമ്പേഴ്സ് അല്ലെങ്കിൽ 0 എന്താണെന്ന് കൂടെ പഠിക്കും. അതിനുശേഷം നമ്മൾ പൂർണ്ണസംഖ്യകൾ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും പഠിക്കും. ഇതാണ് മൂന്നാമത്തെ നമ്പർ സിസ്റ്റം. അടുത്തത് റാഷണൽ നമ്പേഴ്സ്. ഇവിടേക്ക് എത്തുമ്പോൾ കാര്യങ്ങൾ ഒന്നുകൂടെ കോംപ്ലിക്കേറ്റ് ആവും. നമുക്ക് ഇതിനൊരു ഡെഫിനിഷൻ വേണം. എന്താണ് റാഷണൽ നമ്പേഴ്സ്? റാഷണൽ നമ്പർ is any number that can be written in the form P by Q, where what is P and Q? Where P comma Q element of I. ഈ സിമ്പിളിന്റെ മീനിങ് എലമെന്റ് ഓഫ്, ഈ ഇന്റീജർ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സ് ആണ് പിയും ക്യൂം. P കോമ Q രണ്ടിനും കൂടെ നമ്മൾ ഒരു പ്രാവശ്യം എലമെന്റ് ഓഫ് ഐ എന്നുള്ള പിയും ക്യൂവും ഇന്റീജേഴ്സിലെ എലമെന്റ്സ് ആണെങ്കിൽ ഇന്റീജേഴ്സ് ആണ്. ആൻഡ് ഒരു പ്രശ്നം കൂടെ ഉണ്ട്, താഴെ P by Q എന്ന് പറയുന്നത് താഴെയല്ലേ, ഡിനോമിനേറ്റർ അല്ലേ Q. സോ Q ഒരിക്കലും എന്താവരുത്, Q നോട്ട് ഈക്വൽ ടു 0. സോ ഇങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റാഷണൽ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. അഥവാ നമ്മൾ ഇതുവരെ പറഞ്ഞതൊക്കെ കംപ്ലീറ്റ് അല്ലെങ്കിൽ പൂർണ്ണസംഖ്യകളാണ്, ഇന്റീജേഴ്സ് ആണ്, ഹോൾ നമ്പേഴ്സ് ആണ് എന്നൊക്കെ പറയും നമ്മൾ. അതേസമയം വാട്ട് ഇസ് 1/2? 1/2 എന്ന് പറയുന്നത് 0ക്കും 1നും ഇടയിലുള്ള ഒരു നമ്പറാണ്. ആ കാണുന്ന നമ്പർ ഒരിക്കലും ഒരു ഹോൾ നമ്പർ, ഒരു പൂർണ്ണസംഖ്യ അല്ല, ഒരു ഇന്റീജർ അല്ല. 0 ആണ് തൊട്ട് താഴെയുള്ള ഇന്റീജർ, തൊട്ട് മുകളിലുള്ള ഇന്റീജർ 1 ആണ്. അതിന്റെ ഇടയിൽ വരുന്ന ഒരു നമ്പറാണ് 1/2. ഇതിനെ ഈ എഴുതിയിരിക്കുന്ന ഫോം ആണ് നമ്മൾ ഈ പറയുന്ന P by Q. P by Q എന്ന് പറയുന്ന ഫോമിൽ ഇതിനെ എഴുതാൻ പറ്റും. അങ്ങനെ എഴുതാൻ പറ്റുന്ന എല്ലാ നമ്പേഴ്സിനെയും നമ്മൾ എന്ത് വിളിക്കും? റാഷണൽ നമ്പേഴ്സ് എന്ന് വിളിക്കും. ഫോർ എക്സാമ്പിൾ, ഇതിൽ തന്നെ ഇപ്പോ 0.5 എന്ന് പറഞ്ഞാലോ, ഈ 0.5 എന്ന് പറഞ്ഞ ഡെസിമൽ ഫോമിൽ എഴുതുന്നതാണ്. ഈ 0.5 എന്ന് പറയുന്നത് തന്നെയാണ് ആക്ച്വലി എന്ത് 1/2 എന്ന് പറയുന്നത്. സോ അതും എന്ത് തന്നെയാണ്, അതും ഒരു റാഷണൽ നമ്പർ ആണ്. റെഡിയാണോ? 0.25 എന്ന് പറയുന്നതോ, അതിന് നമുക്ക് എന്ത് ഫോമിൽ എഴുതാം? ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് 1/4. അതും എന്ത് തന്നെയാണ്? റാഷണൽ നമ്പർ തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, ഫോർ അനദർ എക്സാമ്പിൾ 0.2 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 1/5 എന്ന് എഴുതാം. അഥവാ ഇന്റീജേഴ്സിന്റെ റേഷ്യോ ആയിട്ട് പിയും ക്യൂ ആയിട്ട് P by Q എന്ന ഫോമിൽ പിയും ക്യൂവും ഇന്റീജേഴ്സ് ആണ്. ആ റേഷ്യോ ആയിട്ട് എഴുതാൻ പറ്റുന്നതിനെ എല്ലാം നമ്മൾ എന്ത് വിളിക്കും? റാഷണൽ നമ്പേഴ്സ് എന്ന് വിളിക്കും. ചില സമയത്ത് നമ്മൾ ഇതിനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാറുണ്ട്, 2.5. ഈ കാണുന്നത് 2.5 എന്ന് പറയുന്നത് this can be written as 2 into 2 plus 1, that is 5/2. സോ ഇതും എന്ത് തന്നെയാണ്? ഒരു റാഷണൽ നമ്പർ തന്നെയാണ്. റെഡിയാണോ? അതുപോലെ 0.4 can be written as 4/10 or 2/5. ഓക്കെ, ഇതിനെ ഏത് ഫോമാറ്റിൽ എഴുതി കഴിഞ്ഞാലും 4ഉം 10ഉം ഇന്റീജേഴ്സ് ആണ്, അല്ലെങ്കിൽ 2ഉം 5ഉം ഇന്റീജേഴ്സ് ആണ്. സോ ആ കാണുന്നതും എന്താണ്? ഒരു റാഷണൽ നമ്പർ ആണ് എന്ന് പറയാം.
റെഡി ആണോ? സോ ഈ പറയുന്ന ഈ രീതിയിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ റാഷണൽ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനി നോക്കിയേ, നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ സാധനങ്ങൾ, ഇന്റീജേഴ്സ്, ഹോൾ നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ്. എല്ലാ ഇന്റീജറും, അതായത് 1 എന്ന് പറയുന്നത് 1/1 ആണ്. അതുപോലെ തന്നെ 2 എന്ന് പറയുന്നത് 1/1, 2/1 ആണ്. 3/1, 4/1 എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന നമ്പേഴ്സ് ഏത് നമ്മൾ പറഞ്ഞ നാച്ചുറൽ നമ്പേഴ്സ് എല്ലാം തന്നെ ഏത് ബേസിക്കലി എന്ത് നമ്പേഴ്സ് തന്നെയാണ്? റാഷണൽ നമ്പേഴ്സിൽ വരുന്നതാണ്. അതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് നെഗറ്റീവ് നമ്പേഴ്സ് 0/1 എടുക്കണ്ട, ഏത് നമ്പർ കൊടുക്കുക. 0/1 എന്ന് പറഞ്ഞാൽ 0 ആണ്. ഇനി 0/2 എന്ന് പറഞ്ഞാലും 0 ആണ്. 0/3 എന്ന് പറഞ്ഞാലും 0 ആണ്. ഇവിടെ നമ്മൾ ഏതാണ് 0 ആവരുതെന്ന് പറഞ്ഞത്? ഡിനോമിനേറ്ററിലുള്ള Q ആണ് 0 ആവരുതെന്ന് പറഞ്ഞത്. P 0 ആവാം. P 0 ആയി കഴിഞ്ഞാൽ Q നോൺ 0 ആണെങ്കിൽ, മുകളിൽ 0 വന്നു കഴിഞ്ഞാൽ താഴെ നോൺ 0 ആണെങ്കിൽ, താഴെ 0 വന്ന ആകെ പ്രശ്നമാവും. താഴെ 0 ആവുന്ന സിറ്റുവേഷൻ എന്താ പ്രശ്നം എന്നുള്ളത് നമുക്ക് പറയാം. മുകളിൽ 0 ആണെങ്കിൽ ഇറ്റ്സ് ഓൾവേസ് 0. ഓക്കെ, ദിസ് ഈസ് ഓൾവേസ് 0. 0 എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ ഏതൊരു നോൺ 0 നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലും ആൻസർ ഈസ് 0. 0യെ 0 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ അതിന് ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് പിന്നത്തെ ഒരു സെഷനിൽ പറയാം. ഓൾറൈറ്റ്. സോ ഡിവിഷനിൽ ഒരിക്കലും ഡിനോമിനേറ്ററിൽ എന്ത് വരരുത്? 0 വരരുത്. ഏതായാലും പറഞ്ഞു വന്നത് ഈ കാണുന്ന നാച്ചുറൽ നമ്പേഴ്സ് എല്ലാം തന്നെ റാഷണൽ നമ്പേഴ്സ് ആണ്. 0 റാഷണൽ നമ്പർ ആയിട്ട് എഴുതാം. ഇനി -1 വേണമെങ്കിൽ -1/1, -2/1, -2/1, -3/1 എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇപ്പൊ പറഞ്ഞു വെച്ച ഇന്റീജേഴ്സ് ആണെങ്കിലും ഹോൾ നമ്പേഴ്സ് ആണെങ്കിലും നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിലും അതെല്ലാം ഏതിന്റെ സബ്സെറ്റ് ആണ്? റാഷണൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആണ്. റാഷണൽ നമ്പേഴ്സിനെ നമ്മൾ സാധാരണ Q എന്നുള്ള ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് റെപ്രസെന്റ് ചെയ്യാറുള്ളത്. സോ അപ്പൊ നമുക്ക് ഇവിടെ ഒരു കാര്യം പറയാം. നാച്ചുറൽ നമ്പേഴ്സ് ഈസ് എ സബ്സെറ്റ് ഓഫ് Q. ഹോൾ നമ്പേഴ്സ് ഈസ് എ സബ്സെറ്റ് ഓഫ് Q. Integers is a subset of Q. ഓക്കെ, ഒരു കാര്യം തൊട്ട് മുന്നത്തെ സെറ്റിൽ നമുക്ക് പറയാനുള്ളത്, ഈ ഇന്റീജേഴ്സിന്റെ I എന്ന് പറയുന്ന സംഭവത്തിന് നമുക്ക് പോസിറ്റീവ് ഇന്റീജേഴ്സ് മാത്രം മതിയെങ്കിൽ I പ്ലസ് എന്ന് എഴുതാറുണ്ട്. I പ്ലസ് അല്ലെങ്കിൽ Z പ്ലസ് എന്നൊക്കെ പറഞ്ഞ ഇറ്റ്സ് എ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ഇന്റീജേഴ്സ്. അതുപോലെ തന്നെ I മൈനസ് അല്ലെങ്കിൽ Z മൈനസ് എന്നൊക്കെ പറയുന്നത് സെറ്റ് ഓഫ് ഓൾ നെഗറ്റീവ് ഇന്റീജേഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്റീജേഴ്സ്, അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ I പ്ലസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? അത് നാച്ചുറൽ നമ്പേഴ്സ് തന്നെയാണ്. ഇന്റീജേഴ്സിന്റെ പോസിറ്റീവ് സൈഡ് മാത്രം എടുക്കാന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, സോ നെഗറ്റീവ് നമ്പേഴ്സ് മാത്രം കിട്ടണമെങ്കിൽ നമ്മൾ അതിനെ I മൈനസ് എന്ന് ഡിനോട്ട് ചെയ്യും. സോ അതൊരു റെപ്രസെന്റേഷൻ മാത്രമാണ്. ഓക്കെ, സോ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്, ഇന്റീജേഴ്സ് ഇതെല്ലാം റാഷണൽ നമ്പേഴ്സിന്റെ വരുന്നതാണ്. റെഡി ആണോ? സോ അടുത്തത് അത് കുറച്ചും കൂടെ നട്ടോറിയസ് ആയിട്ടുള്ളതാണ്, ഇർറാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സിന് മലയാളത്തിൽ പറയുന്ന പേര് ഏതിന്? റാഷണൽ നമ്പേഴ്സിനെ മലയാളത്തിൽ വിളിക്കുന്ന പേര് ഭിന്നസംഖ്യകൾ എന്നാണ്. ഓക്കെ, ഭിന്നകങ്ങൾ എന്ന് പറയും. അതേസമയം ഇർറാഷണൽ നമ്പേഴ്സിനെ അഭിന്നകങ്ങൾ എന്ന് പറയും. ഭിന്നകങ്ങൾ അല്ലാത്തത്, റാഷണൽ അല്ലാത്തതാണ് ഇർറാഷണൽ. അപ്പോ സ്വാഭാവികമായിട്ട് അതിന്റെ ഡെഫിനിഷൻ, അതിന് മുന്നേ പലപ്പോഴും അതിനെ T എന്നുള്ള ലെറ്റർ കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യാറുണ്ട് ഇർറാഷണൽ നമ്പേഴ്സിനെ. ഓർ റാഷണലിനെ നമ്മൾ Q എന്നല്ലേ വിളിച്ചത്. ഇർറാഷണൽ എന്ന് പറഞ്ഞാൽ റാഷണൽ അല്ലാത്തതാണ്. ഓക്കെ, റാഷണൽ അല്ലാത്തതാണ് ഇർറാഷണൽ. ഇവിടെ നമുക്ക് ചില സിറ്റുവേഷൻസിൽ അതിനെ Q ഡാഷ് എന്ന് പറയാറുണ്ട്. Q കോംപ്ലിമെന്റ്, നമുക്കറിയാം എന്താ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ പെടാത്തത്. സെറ്റിൽ നമ്മൾ കോംപ്ലിമെന്റ് പറഞ്ഞില്ലേ? സോ അതേപോലെ തന്നെ റാഷണൽസ് അല്ലാത്തത് ഇർറാഷണൽ എന്നുള്ള അർത്ഥത്തിൽ Q ഡാഷ് എന്നുള്ള ലെറ്ററും യൂസ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ T എന്നുള്ള ലെറ്റർ ആണ് യൂസ് ചെയ്യുക. എന്താണ് ഇർറാഷണൽ നമ്പേഴ്സ്? നമ്പർ any real number which cannot be represented as
represented in the form P by Q, where P comma Q element of I and Q not equal to 0. നമ്മൾ റാഷണൽ നമ്പേഴ്സിന് പറഞ്ഞ അതേ ഡെഫിനിഷൻ തന്നെ. അതിൽ എന്താണ് വ്യത്യാസം വന്നത്? അതിൽ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? cannot be number, any real number which cannot be represented in the form P by Q, where P comma Q element of I and Q not equal to 0. Okay, so P by Q എന്ന് പറയുന്ന ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റാത്ത ഒരു റിയൽ നമ്പറിനെ വിളിക്കുന്ന പേരാണ് ഇറാഷണൽ. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവേണ്ടതുണ്ട്. ഏത്? ഈ കാണുന്ന റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അതിലേക്കാണ് വരുന്നത്. അവിടെ നിൽക്കട്ടെ. ഓക്കെ, സോ any real number which cannot be represented in the form P by Q, where P, Q are integers, P comma Q are element of integers and Q not equal to 0. So ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സ് ഉണ്ടോ? ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1/2, 1/3. അപ്പൊ ഏതൊരു ഡെസിമൽ നമ്പേഴ്സ് ആണെങ്കിലും ഇപ്പൊ നമുക്ക് ഡിഫറെന്റ് ഡെസിമൽ നമ്പേഴ്സ് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ let's say 0.1 can be written as 1/10. 0.11 can be written as 11/100. Okay, 0.001 can be written as 1/1000. Any number. Okay, ഏതൊരു നമ്പറിനെയും അതുപോലെ തന്നെ ഈ ഒരു സംഭവം 0.3333 ഇങ്ങനെ വരുന്ന നമ്പറില്ലേ, ഇത് ഇൻഡെഫിനിറ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യും. ബട്ട് സ്റ്റിൽ വി നോ ദാറ്റ് ദിസ് ഇസ് 1/3. 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ പെർഫെക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഡെസിമൽ പോയിന്റ്സിന്റെ നമ്പേഴ്സ് ഒരിക്കലും സ്റ്റോപ്പ് ആവില്ല. ഓക്കെ, സോ അതേപോലെ തന്നെയാണ് ഇപ്പൊ നിങ്ങൾക്ക് അറിയാം 5/3. 5/3 എന്ന് പറഞ്ഞാൽ അതൊരിക്കലും സ്റ്റോപ്പ് ആവില്ല. ദിസ് ഈസ് ആക്ച്വലി 1.2/3 എന്ന് പറയുന്നത് 6666 അങ്ങനെ പോകുന്ന സാധനം. സോ ഇതൊരിക്കലും എൻഡ് ചെയ്തില്ല എന്ന് വിചാരിച്ചാലും ആ കാണുന്ന നമ്പേഴ്സ് അങ്ങനെ റിപ്പീറ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിന്റെ പാറ്റേൺസ് റിപ്പീറ്റ് ചെയ്യും. സോ അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് ഉണ്ട് റാഷണൽ നമ്പേഴ്സിന്. ബട്ട് സ്റ്റിൽ ഇത് അങ്ങനെ എൻഡ് ചെയ്തില്ലെങ്കിൽ പോലും ഇത് 5/3 ആണെന്ന് നമുക്കറിയാം. ഇതൊക്കെ റാഷണൽ നമ്പേഴ്സ് ആണ്. ഇങ്ങനെ അല്ലാത്ത നമ്പേഴ്സ് ഉണ്ടോ? അങ്ങനെ അല്ലാത്ത നമ്പേഴ്സ് ഉണ്ട്. അതാണ് ഇറാഷണൽ. അത് എവിടെ നിന്ന് വരുന്നു, എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്നതൊക്കെ. ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണ്. ആംഗിൾ 90 ഡിഗ്രി. ദിസ് ഈസ് 45 ഡിഗ്രി. is also 45 degree. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ആ ട്രയാങ്കിളിന്റെ സൈഡ്സിന്റെ റേഷ്യോ ഇത് 1, ഇത് 1. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയാ? ഹൈപ്പോട്ടന്യൂസ് കർണം എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ. അതാണ് പൈതഗോറസ് തിയറം. സോ ദിസ് വിൽ ബി സ്ക്വയർ റൂട്ട് ഓഫ് 1 square plus 1 square. This is equal to square root of 2. What is square root of 2? 2 ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? സ്ക്വയർ റൂട്ട് എന്ന് പറയുന്ന ഓപ്പറേഷൻ എന്താണ്? സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. 2 ന്റെ സ്ക്വയർ റൂട്ടിന്റെ വാല്യൂ നമ്മൾ അപ്രോക്സിമേറ്റ്ലി നമ്മൾ പറയാറുണ്ട് ഇറ്റ്സ് 1.414. അങ്ങനെ ഇതൊരിക്കലും എൻഡ് ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന റൂട്ട് 2 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് P by Q എന്ന ഫോമിൽ എഴുതാൻ പറ്റുമോ? P by Q എന്ന് പറയുന്ന ഫോമിൽ എഴുതാൻ പറ്റുമോ റൂട്ട് 2 എന്ന് പറയുന്ന നമ്പറിനെ? അതും പറ്റില്ല. റൂട്ട് 2 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് ഒരിക്കലും P by Q എന്ന് പറയുന്ന ഫോമിൽ എഴുതാൻ പറ്റില്ല. സോ അപ്പൊ റൂട്ട് 2 എന്ന് പറയുന്നത് അതൊരു ഇറാഷണൽ നമ്പർ ആണ്. സോ ഇറാഷണൽ നമ്പേഴ്സിന്റെ നമുക്ക് അതിനൊരു കോമൺ ഫോമാറ്റും കാര്യങ്ങളൊന്നുമില്ല. ചില നമ്പേഴ്സുകളൊക്കെ ഇറാഷണൽ നമ്പേഴ്സ് ആണ്. സ്ക്വയർ റൂട്ടിന്റെ ഉള്ളിൽ വരുന്ന നമ്പേഴ്സ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അല്ലാതെ വല്ലതും സ്ക്വയർ റൂട്ടിനകത്ത് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതൊക്കെ ഇറാഷണൽ നമ്പേഴ്സ് ആണ്. റൂട്ട് 2, റൂട്ട് 3. വാട്ട് അബൌട്ട് റൂട്ട് 4? റൂട്ട് 4 ഇറാഷണൽ അല്ല. റൂട്ട് 4 ഈസ് ഈക്വൽ ടു 2. ഇത് 2/1 ആണ്. ഇത് റാഷണൽ നമ്പർ ആണ്. റൂട്ട് 4 പറ്റില്ല. റൂട്ട് 4 ഈസ് ഈക്വൽ ടു 2 ആവാം, അല്ലെങ്കിൽ -2 ആവാം. സോ അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. റൂട്ട് 5, റൂട്ട് 6, ഓക്കെ, റൂട്ട് 7, റൂട്ട് 8. ഈ റൂട്ട് 8 എന്ന് പറയുന്നത് can be written as square root of 4 into 2. ഈ റൂട്ട് 4 എന്ന് പറയുന്നത്, അതായത് ഇതിനെ നമുക്ക് റൂട്ട് 4 into റൂട്ട് 2 എന്ന് എഴുതാം. ദിസ് ഈസ് ഈക്വൽ ടു 2 റൂട്ട് 2. ബട്ട് സ്റ്റിൽ ഇതിനകത്ത് റൂട്ട് 2 ഇരിപ്പില്ലേ? അങ്ങനെ റൂട്ട് 2 വന്നു കഴിഞ്ഞാൽ അപ്പോഴും അത് എന്ത് തന്നെയാണ്? ഇറാഷണൽ ആണ്. വാട്ട് അബൌട്ട് റൂട്ട് 9? റൂട്ട് 9 എന്തല്ല? ഇറാഷണൽ അല്ല. കാരണം അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്.
റെഡിയാണോ? ഇതുപോലെ നമ്മളിങ്ങനെ റൂട്ടിന്റെ ഉള്ളിൽ അല്ലാതെ എഴുതുന്ന ചില നമ്പേഴ്സ്, നിങ്ങൾക്ക് പരിചയമുള്ള ചില നമ്പേഴ്സ്, അതിൽ വളരെ കോമൺ ആയിട്ടുള്ളതാണ് പൈ. പൈയുടെ വാല്യൂ നമ്മൾ അപ്രോക്സിമേറ്റ്ലി എത്രയാണെന്ന് പറയാറുണ്ട്? 3.14 എന്ന് പറയാറുണ്ട്. പക്ഷെ അതിന്റെ ആ ഡെസിമൽ നമ്പേഴ്സ് ഒരിക്കലും എൻഡ് ചെയ്യുന്നില്ല. സോ പൈ എന്ന് പറയുന്നത് ദാറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ ആൻ ഇററാഷണൽ നമ്പർ. ഓക്കെ, ഇനി വേറെയും ഒരു എക്സാമ്പിൾ ആണ് ഇ എന്ന് പറയുന്നത്. ഇ എന്ന് പറയുന്ന നമ്പർ നിങ്ങൾ കാൽക്കുലേറ്റേഴ്സിലൊക്കെ, സയന്റിഫിക് കാൽക്കുലേറ്റർ കണ്ടിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ഇ എന്ന് പറയുന്ന നമ്പർ കണ്ടിട്ടുണ്ടാവും. ഇ എന്ന് പറയുന്നതും ഒരു ഇററാഷണൽ നമ്പർ ആണ്. പൈ എന്ന് പറയുന്നത് സർക്കിളുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഇ എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസ് എന്നൊക്കെ പറയും. നിങ്ങൾ സെറ്റ്സ് കഴിഞ്ഞതിന് ശേഷം ഒരു ചാപ്റ്റർ ഉണ്ട് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്, അതിലൊക്കെ നിങ്ങൾ പഠിക്കുന്ന കാര്യമാണ്. ഇയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ്സ് അറൌണ്ട് 2.718. ഒരിക്കലും ഇതും എൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, റെഡിയാണോ? സോ ഇതൊക്കെ ചില പ്രത്യേകമായ ഇറാഷണൽ നമ്പേഴ്സ് ആണ്. സ്ക്വയർ റൂട്ടിനകത്ത് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് വരാത്തതൊക്കെ ഇറാഷണൽ നമ്പേഴ്സ് ആണ്. ഇനി ഈ ഇറാഷണൽ നമ്പേഴ്സ് ഒക്കെ എന്താണെന്നാ പറഞ്ഞത്? ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ സമയത്ത് ഒരു ഐഡിയയും കൂടെ പറഞ്ഞിരുന്നു, റിയൽ നമ്പേഴ്സ്. എന്താണ് റിയൽ നമ്പേഴ്സ്? ഓക്കെ, ഈ പറയുന്ന ഇറാഷണൽ നമ്പേഴ്സ് റിയൽ നമ്പേഴ്സ് ആണെന്ന് പറയുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ മുന്നേ പറഞ്ഞ റാഷണൽ നമ്പേഴ്സും ആക്ച്വലി റിയൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്ന മറ്റൊരു കാര്യം, നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്, ഇന്റീജേഴ്സ്, റാഷണൽ നമ്പേഴ്സ്, ഇറാഷണൽ നമ്പേഴ്സ്. ഇതിൽ നമ്മൾ മുന്നേ എഴുതി വെച്ചാണ് നാച്ചുറൽ നമ്പർ ഈസ് എ സബ്സെറ്റ് ഓഫ് ഹോൾ നമ്പർ, ഹോൾ നമ്പർ ഈസ് എ സബ്സെറ്റ് ഓഫ് ഇന്റീജേഴ്സ്, ഇന്റീജേഴ്സ് ഈസ് എ സബ്സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ്. അതേസമയം ഇത് അങ്ങനെ അതായത് നാച്ചുറൽ നമ്പറിനേക്കാളും വലുതാണ്, നാച്ചുറൽ നമ്പർ ഇൻക്ലൂഡ് എഴുതുക, അതിനേക്കാളും വലുതാണ് ഹോൾ നമ്പേഴ്സ്, അതിനേക്കാളും വലുതാണ് ഇന്റീജേഴ്സ്, അതിനേക്കാളും വലുതാണ് റാഷണൽ നമ്പേഴ്സ്. അതേസമയം ഇവിടെ വെച്ച് നമ്മൾ അടുത്ത ഇറാഷണൽ പറഞ്ഞ സമയത്ത് റാഷണൽ അല്ലെന്നാ പറഞ്ഞത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ക്യൂ ഡാഷ് ഈസ്, അല്ലെങ്കിൽ ക്യൂ അതിന്റെ മുകളിൽ അതിനേക്കാളും വലുതെന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ചെയ്തു തുടങ്ങിയത്, ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ക്യൂ ഡാഷ്. ഓക്കെ, ഈ കാണുന്ന രണ്ടും ആക്ച്വലി കോംപ്ലിമെന്റ്സ് ആണ്, ഡിസ്ജോയിന്റ് സെറ്റുകൾ എന്ന് പറയും. അതായത് നമ്പർ റാഷണൽ ആണെങ്കിൽ ക്യൂൽ ഉണ്ടാവും, നമ്പർ ഇറാഷണൽ ആണെങ്കിൽ ക്യൂ ഡാഷ് ഉണ്ടാവും. ഒരു നമ്പർ ഒരിക്കലും റാഷണലും ഇറാഷണലും കൂടെ ആവില്ല, ഒന്നെങ്കിൽ റാഷണൽ അല്ലെങ്കിൽ ഇറാഷണൽ. അതുകൊണ്ട് നമ്മൾ ഇതിനെ തിരിച്ചും ഇങ്ങനെയും എഴുതാം, ക്യൂ ഡാഷ് ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ക്യൂ. അതല്ലെങ്കിൽ നമ്മളിപ്പോ ഓപ്പറേഷൻസ് ഒക്കെ പഠിച്ചില്ലേ, ഞാനിതൊന്ന് ചോദിക്കട്ടെ, ക്യൂ ഇന്റർസെക്ഷൻ ക്യൂ ഡാഷ് എന്തായിരിക്കും? ക്യൂവും ക്യൂ ഡാഷിന്റെയും കൂടെ ഇന്റർസെക്ഷൻ. എന്താ ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ? കോമൺ എലമെന്റ്സ്. വല്ല എലമെന്റ്സും കോമൺ ആയിട്ടുണ്ടാവോ? ഇല്ല, ഒന്നും ഉണ്ടാവില്ല. അഥവാ ഇറ്റ് വിൽ ബി എ നൾ സെറ്റ്, 5 ആയിരിക്കും. റെഡിയാണോ? സോ ഇങ്ങനെയുള്ളത് കൊണ്ട് ഈ കാണുന്ന ക്യൂ ഡാഷ് ആർ ഡിസ്ജോയിന്റ് സെറ്റ്സ് എന്ന് പറയാറുണ്ട്. അത് ക്യൂക്കും ക്യൂ ഡാഷിനും മാത്രമുള്ളതല്ല, ഏത് രണ്ട് സെറ്റുകളും ഡിസ്ജോയിന്റ് ആണെങ്കിൽ, വെച്ചാൽ ജോയിന്റ് ഇല്ലെങ്കിൽ അതിന് നമ്മൾ ഡിസ്ജോയിന്റ് സെറ്റ് എന്ന് പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സെറ്റ് അല്ല, ഇന്റർസെക്ഷനും ഇല്ല എങ്കിൽ നമ്മൾ അതിനെ ഡിസ്ജോയിന്റ് സെറ്റ് എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ ഒന്നിന്റെ മുകളിലേക്ക് അങ്ങനെ കൂട്ടി കൊണ്ടുവന്നാണ് റാഷണൽ നമ്പേഴ്സ് വരെ എത്തിയത്, ഇവിടെ വരെ. അതേസമയം ഇറാഷണലിലേക്ക് കടക്കുമ്പോൾ ഇതുവരെ നമ്മൾ കാണാത്ത കുറച്ച് നമ്പേഴ്സ് ആണ് ഇറാഷണൽ നമ്പേഴ്സിലുള്ളത്. റെഡിയാണോ? ഇനി ഇതിനേക്കാളൊക്കെ വലിയൊരു സെറ്റാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു വന്ന നമ്പർ സിസ്റ്റംസ്, നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്, ഇന്റീജേഴ്സ്, റാഷണൽ നമ്പേഴ്സ് ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ്. ഈ ഇറാഷണൽ എപ്പോഴും അതുവരെ ഉള്ളതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് ആണ്. അടുത്തത് റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താ റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ? A number that can be measured on a number line, that can be marked on a number line. Any number that can be marked on a number line, marked on a number line. ഒരു കാര്യം കൂടെ, റാഷണൽ നമ്പേഴ്സിനെ മലയാളത്തിൽ ഭിന്നകങ്ങൾ എന്ന് പറയും, ഇറാഷണൽ നമ്പേഴ്സിനെ അഭിന്നകങ്ങൾ, ഭിന്നകങ്ങൾ അല്ലാത്തെന്ന് പറയും. റിയൽ നമ്പേഴ്സിനെ മലയാളത്തിൽ വിളിക്കുന്ന പേര് രേഖീയ സംഖ്യകൾ എന്നാണ്.
രേഖീയ, ഒരു രേഖ എന്ന് പറഞ്ഞാൽ ലൈനിലുള്ള സംഖ്യകൾ, ലൈനിലുള്ള നമ്പേഴ്സ്, അതാണ് രേഖീയ സംഖ്യകൾ. അപ്പൊ അതിൽ നിന്ന് തന്നെയാണ് ഈ ഡെഫിനിഷൻ വരുന്നത്. നമ്പർ ലൈനിൽ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് റിയൽ നമ്പേഴ്സ്. സോ ഇതുവരെ ഒരു നമ്പർ ലൈൻ നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല. ഇതിനൊരു റെഫറൻസ് ആയിട്ട് നമുക്ക് 0 സെറ്റ് ചെയ്യാം. നാച്ചുറൽ നമ്പേഴ്സ് ഇതാ ഇങ്ങനെ ഉണ്ടാവും, 1 2 3 അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തു പോകും. ഈ കാണുന്ന ഇത്രയും കൂടെ വന്നു കഴിഞ്ഞാൽ ഇത് ഹോൾ നമ്പേഴ്സ് ആയി നമ്മൾ മാർക്ക് ചെയ്ത്, പുറകിലേക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റീജേഴ്സും ആയി. ഓക്കെ, ഇന്റീജേഴ്സ് ആയി. ഇനി ഏത് ഫ്രാക്ഷൻ വേണമെങ്കിലും ഇതിൽ മാർക്ക് ചെയ്യാം. ലെറ്റ്സ് സേ 1/2. 1/2 എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാവും 1/2, അതായത് 0-ന്റെയും 1-ന്റെയും കറക്റ്റ് മിഡിൽ ഉണ്ടാവും. ഇവിടെ 1.5, 1.5 എന്ന് പറയുന്ന അഥവാ 3/2 ഇതാ ഇവിടെ ഉണ്ടാവും. ഇവിടെ 5/2 ഉണ്ടാവും. ഇങ്ങനെ by 2 ഉള്ള നമ്പേഴ്സ് മാത്രമല്ല കേട്ടോ, 1/4 ഇവിടെ ഉണ്ടാവും. ഓക്കെ, 3/4 ഇവിടെ ഉണ്ടാവും. മുക്കാല്, കാല്, മുക്കാലൊക്കെ, ക്വാർട്ടർ, 3/4 ഒക്കെ പറയുന്ന സംഭവങ്ങൾ. ഓക്കെ, അതേപോലെ ഇനി നമുക്ക് നെഗറ്റീവിലും ഇതുപോലെ നെഗറ്റീവ് ഹാഫ് ഇവിടെ ഉണ്ടാവും. -3/2, -1.5. ഇതൊക്കെ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ റാഷണൽ നമ്പേഴ്സ് എല്ലാം നമുക്ക് ഇതിൽ മാർക്ക് ചെയ്യാം. ഇറാഷണൽ നമ്പേഴ്സ് മാർക്ക് ചെയ്യാൻ പറ്റുമോ? ഇറാഷണൽ നമ്പേഴ്സ്, √2 എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ എങ്ങനെ മാർക്ക് ചെയ്യും? √2 എന്ന് പറയുന്ന നമ്പറിനെയും ഈ കാണുന്ന നമ്പർ ലൈനിൽ നമുക്ക് മാർക്ക് ചെയ്യാം. അതിനൊരു മെത്തേഡ് ഉണ്ട്, നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ ചെയ്യുന്നത് √2 ആണ് നമുക്ക് വേണ്ടതെങ്കിൽ നമ്മൾ √2 എങ്ങനെ ഐഡന്റിഫൈ ചെയ്തത്? √2 എന്ന് പറഞ്ഞ നമ്പർ നമ്മൾ ചെയ്തു റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യല്ലേ, ആംഗിൾ 90, 1 √2 അല്ലേ വന്നത്. ഓക്കെ, സോ അപ്പൊ ഞാൻ ചെയ്യുന്നത് ഇത് 0 ഇത് 1. സോ ഇവിടെ ഞാൻ ഹൈറ്റ് 1 വരുന്ന ഒരു ലൈൻ വരച്ചു, എന്നിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്തു. എന്ന് പറഞ്ഞാൽ ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഈ കാണുന്ന ഡിസ്റ്റൻസ് 1, ഈ കാണുന്ന ഡിസ്റ്റൻസും 1. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന ഡിസ്റ്റൻസ് എന്തായിരിക്കും? √2 ആയിരിക്കും. ഇനി ഇതെങ്ങനെ മാർക്ക് ചെയ്യും? ഈ കാണുന്ന √2 നമുക്ക് കോമ്പസിൽ കൺസിഡർ ചെയ്യാം, കോമ്പസിൽ മെഷർ ചെയ്യാം. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് നിങ്ങൾ ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ, ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ഈ കാണുന്ന പോയിന്റിൽ അത് കട്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ ആ പോയിന്റ് ആണ് ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് √2. അതുപോലെ തന്നെ √3, √4 റാഷണൽ ആണ്, പ്രശ്നമുള്ള കാര്യമല്ല. √4 2 ആണ്. √5 ഇതുപോലെ എല്ലാ നമ്പേഴ്സും പൈ നമുക്ക് ഇതിൽ മാർക്ക് ചെയ്യാം. ഇ എന്ന് പറയുന്ന നമ്പേഴ്സും മാർക്ക് ചെയ്യാം, നമ്പറും മാർക്ക് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ റിയൽ നമ്പർ എന്ന് വിളിച്ചത്. അപ്പൊ നോക്കിയേ, അപ്പൊ നമ്മുടെ ഈ ഡെഫിനിഷൻ നോക്കിയേ, നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യാൻ പറ്റും, അതാണ് റിയൽ നമ്പർ. വിച്ച് കാനോട്ട് ബി റെപ്രസെന്റഡ് ഇൻ ദ ഫോം p/q. റിയൽ നമ്പറിൽ മാർക്ക് ചെയ്യാനും പറ്റും, എന്നാൽ p/q ഫോമിൽ ഇൻക്ലൂഡ് ചെയ്യാം, p/q ഫോമിൽ നോട്ട് ചെയ്യാൻ പറ്റാത്ത നമ്പറിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? ഇറാഷണൽ എന്ന് വിളിച്ചത്. സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ നമ്പേഴ്സിനെ നമ്മൾ സാധാരണ ഡിനോട്ട് ചെയ്യാറുള്ളത് ക്യാപിറ്റൽ R എന്നാണ്. നാച്ചുറൽ നമ്പർ ഈസ് എ സബ്സെറ്റ് ഓഫ് ഹോൾ നമ്പർ, ഈസ് എ സബ്സെറ്റ് ഓഫ് ഇന്റീജേഴ്സ്, ഈസ് എ സബ്സെറ്റ് ഓഫ് റാഷണൽ നമ്പർ, ഈസ് എ സബ്സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സിന്റെ ഒരു സബ്സെറ്റ് ആണ് ക്യൂവിന്റെ സബ്സെറ്റ് ആണ് I. അപ്പൊ I സ്വാഭാവികമായിട്ട് റിയൽ നമ്പർ സബ്സെറ്റ് ആണ്. അതിന്റെ ഇടയിൽ നമ്മൾ പറയാതെ വിട്ടുപോയ ഒരു സാധനമാണ് ആക്ച്വലി ഏത്? Q' ഈസ് ഓൾസോ എ സബ്സെറ്റ് ഓഫ് R. സോ ചുരുക്കി പറഞ്ഞ റാഷണലും ഇറാഷണലും കൂടെ കമ്പൈൻ ചെയ്തതാണ് റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സും കൂടെ കമ്പൈൻ ചെയ്തതാണ് റിയൽ നമ്പേഴ്സ്. അഥവാ നമ്പർ ലൈനിൽ നമ്മൾ മാർക്ക് ചെയ്യുന്ന എല്ലാ നമ്പേഴ്സും ഒന്നുകിൽ റാഷണൽ ആയിരിക്കും അല്ലെങ്കിൽ ഇറാഷണൽ ആയിരിക്കും. റെഡിയാണോ? റാഷണൽ നമ്പേഴ്സിന് ഇറാഷണൽ നമ്പേഴ്സിന് നമുക്ക് നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യാം. നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിന് നമ്മൾ വിളിക്കുന്ന പേരാണ് റിയൽ നമ്പേഴ്സ്. സോ ഇത്രയാണ് നമ്പർ സിസ്റ്റംസ് നിങ്ങൾ ഇതുവരെ പഠിച്ചത്. ഒരു സിസ്റ്റം കൂടെ വരാനുണ്ട്. അതായത് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അറിയാം, ചെറിയ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ആദ്യം നാച്ചുറൽ നമ്പേഴ്സ് 1 മുതൽ എണ്ണി തുടങ്ങല്ലേ ഉണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ 0 അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തു. പിന്നെ നെഗറ്റീവ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? അപ്പോ 0 1 2 3 പുറകിലേക്ക് -1 -2 -3 അങ്ങനെ നിങ്ങൾ പഠിച്ചു. അതിനുശേഷമാണ് നമ്മൾ ഈ പറയുന്ന ഫ്രാക്ഷൻസ്, റാഷണൽ നമ്പേഴ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത്, ഭിന്നകങ്ങൾ. അതിനുശേഷം നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത സാധനമാണ് അഭിന്നകങ്ങൾ. അങ്ങനെ ഓരോ ക്ലാസ്സുകൾ മുകളിലേക്ക് വരുന്നതിനനുസരിച്ച് ഈ നമ്പർ സിസ്റ്റത്തിന്റെ എണ്ണവും അഥവാ നമ്മുടെ ടോട്ടൽ നമ്പേഴ്സിന്റെ സെറ്റും ആ യൂണിവേഴ്സൽ സെറ്റും വലുതായി വന്ന് അവസാനം വന്ന് നിൽക്കുന്നതാണ് ഈ പറയുന്ന ലെവൽ ഏത്? നമ്മുടെ റിയൽ നമ്പേഴ്സ്. ഇനി ഇത് വലുതാവുമോ? ഇനിയും വലുതാവും. ഒരു പ്രാവശ്യം കൂടെ
എൻ്റെ അറിവിൽ അത്രേ ഉള്ളൂ. ഒരു പ്രാവശ്യം കൂടെ വലുതാവും. ഇറ്റ്സ് നോൺ ആസ് കോംപ്ലക്സ് നമ്പേഴ്സ്. ഇത് റിയൽ ആണെങ്കിൽ റിയൽ അല്ലാത്ത ഇമാജിനറി വരുന്ന നമ്പർ സിസ്റ്റത്തിന് വിളിക്കുന്ന പേരാണ് കോംപ്ലക്സ് നമ്പേഴ്സ്. കോംപ്ലക്സ് നമ്പേഴ്സ് or also known as imaginary numbers. Also known as imaginary numbers. എന്താണ് ഇമാജിനറി നമ്പർ? നമ്മൾ ഈ സെഷനിൽ അത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അത് എവിടുന്ന് വന്നു, എങ്ങനെ വന്നു എന്നുള്ളതൊക്കെ നമുക്ക് മറ്റൊരു സെഷനിൽ പറയാം. മനസ്സിലാക്കേണ്ട കാര്യം, ഇത് റിയൽ ആണെങ്കിൽ റിയൽ അല്ലാത്തതാണ് ഇമാജിനറി. ഓക്കെ, നമ്മൾ ക്യൂവും ക്യൂ ഡാഷും പറഞ്ഞ പോലെ, റാഷണൽ ഇറാഷണലും പറഞ്ഞ പോലെ ഒരു ഡിസ്ജോയിന്റ് ആയിട്ടുള്ള സെറ്റ് ആണ് റിയലും. ഡിസ്ജോയിന്റ് ആയിട്ടുള്ള സെറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. കോംപ്ലക്സ് നമ്പേഴ്സിലും റിയൽസ് വരാം. ഓക്കെ, സോ എനിവേ ഇമാജിനറി നമ്പേഴ്സ് എന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പേഴ്സിന് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് ആണ്. ഇറ്റ്സ് നോൺ ആസ് കോംപ്ലക്സ് നമ്പേഴ്സ്. യൂഷ്വലി നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്ന സെറ്റ് ലെറ്റർ സി എന്നുള്ളതാണ്. ഇതാണ് ആസ് ഓഫ് നൗ ലാർജസ്റ്റ് നമ്പർ സിസ്റ്റം. ഓക്കെ, ഇതിന്റെ മുകളിലേക്ക് ഡെവലപ്പ് ചെയ്തിട്ടില്ല. സോ റിയൽ നമ്പേഴ്സ് വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് മാത്സിൽ പഠിക്കാനുണ്ട്. എന്താണ് കോംപ്ലക്സ് നമ്പർ, എവിടുന്ന് വന്നു എന്നുള്ളത് നമുക്ക് ബ്രിഡ്ജിന്റെ മറ്റൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. സോ ഇത്രയും നമ്പർ സിസ്റ്റംസ്, അത് ഓരോ നമ്പേഴ്സും എന്താണ്, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതുവരെ നിങ്ങൾ 1ാം ക്ലാസ് മുതൽ ഈ 10th വരെ പഠിച്ച നമ്പേഴ്സിന് നമ്മൾ ഡിഫറെന്റ് സിസ്റ്റംസ് ആയിട്ടും അത് തമ്മിലുള്ള റിലേഷൻസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ പറഞ്ഞത്. സോ ദാറ്റ്സ് ഓൾ ഫോർ നൗ. താങ്ക് യു.